ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്കുള്ള ദോഷഫലങ്ങളാണ്. ഇത് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ കാലം സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. 2026 ആണ്ട് സമ്മിശ്ര ഫലമായിട്ടാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണുന്നത്. കർമ്മരംഗത്ത് നിങ്ങൾക്ക് പുരോഗതിയൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് അലസത, മടി അല്ലെങ്കിൽ ഒരു ക്ഷീണാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ഒരു ഉദാസീനത നിങ്ങൾക്ക് നിഴലിച്ച് കാണാൻ സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ സാധിക്കുന്ന സമയമാണ്. ശത്രുതാ മനോഭാവം അത് ഉള്ളവർ മിത്രങ്ങളായിട്ട് മാറുന്നതാണ്. ദീർഘനാളായിട്ട് ശത്രുവായിട്ട് നിന്നവരൊക്കെ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. ചിലരൊക്കെ ഗൃഹപ്രവേശനം പോലുള്ള മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം ഉണ്ട്, അല്ലെങ്കിൽ ഗൃഹപ്രവേശനം നടത്താനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ചിലർക്കൊക്കെ പിതൃ സ്വത്തുക്കളൊക്കെ കുടുംബ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പ്രവർത്തന മേഖലയിലൊക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില രോഹിണി നക്ഷത്രക്കാർക്ക് വേണ്ടപ്പെട്ടവരുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അത് മനക്ലേശം ഉണ്ടാക്കും. വർഷാവസാനമൊക്കെ ആകുമ്പോൾ നടത്തിയ പല കാര്യങ്ങൾക്കും ദോഷഫലങ്ങൾ ഫലിക്കുന്നതാണ്. നിങ്ങൾ വർഷാവസാനം നടത്തിയ അതായത് 2025 ആണ്ട് അവസാനം ഡിസംബറിലൊക്കെ നടത്തിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷങ്ങളായിട്ട് ഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ഭാര്യ വീട്ടുകാരുടെ സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. അവരൊരു താങ്ങും തണലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. കൂടെ അധ്യാപകന വൃത്തി ചെയ്യുന്നവർക്ക് അധ്യാപകർക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു. എന്നാൽ കൃഷിയിൽ പ്രതീക്ഷയിൽ കഴിഞ്ഞ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൃഷിക്കാർക്കൊക്കെ ഗുണകരമായ സമയമാണ്. കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ഉലച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾ തമ്മിലൊക്കെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്വജനങ്ങളുമായിട്ടൊക്കെ ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അഭിവൃദ്ധിയാണ്. വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു. പ്രതീക്ഷയിൽ കവിഞ്ഞ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മേഖലയിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിലച്ചിരിക്കാത്ത നേരത്ത് സാമ്പത്തിക സഹായം ലഭിക്കും. ഈ സമയത്ത് ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ്. അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ദീർഘനാളായിട്ട് കയ്യിൽ നിന്ന് പോയ പണമോ സ്വർണ്ണാഭരണങ്ങളോ ഒക്കെ തിരികെ ലഭിക്കുന്ന സാധ്യത കാണുന്ന സമയമാണ്. തൊഴിൽ രംഗത്തെ പുരോഗതി തീർച്ചയായിട്ടും ഫെബ്രുവരി അവസാനത്തൊക്കെ ആകുമ്പോൾ തൊഴിൽ രംഗം നല്ലതായിട്ട് പുരോഗതിയിലേക്ക് എത്തിപ്പെടും. എതിർപ്പുകളെയൊക്കെ നിങ്ങൾ ബോധപൂർവം നേരിടാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വ്യവഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വ്യാപാര വിതരണ മേഖലയിലേക്ക് ബന്ധപ്പെട്ട പുതിയ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഭിന്നാഭിപ്രായങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാവും. പല ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മധ്യസ്ഥ വഹിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പുരോഗതി ഇല്ലായ്മയായാലും ഗൃഹത്തിൻ്റെ ദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടി വീട് പുതുക്കി പണിയാനുള്ള സാഹചര്യം കാണുന്നു. നിലവിൽ താമസിക്കുന്ന വീടിന് ചില വാസ്തുദോഷം ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഇല്ല എന്ന് കരുതിയിട്ട് അത് പുതുക്കിപ്പണിയാൻ വാസ്തുദോഷം മാറ്റി പുതുക്കിപ്പണിയാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പൊതുവെ മേലധികാരിയുടെ പ്രശംസയ്ക്ക് പാത്രമാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരുന്ന സമയവുമാണ് ഈ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസം കൊണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ സംഘടനകളൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലെത്തി ചിന്തിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവുക. സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ജലജന്യ രോഗങ്ങളുണ്ട്.
അപ്പോൾ പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരുന്ന സമയം തന്നെയാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങൾ അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. വിദേശയാത്ര ലക്ഷ്യം കണ്ടിരിക്കുന്നവർക്ക് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കലാകാരന്മാർക്ക് നല്ല സമയം തന്നെയാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സമയം അത്ര നല്ലതല്ല. വേണ്ടതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ചില പ്രതികൂല മനോഭാവം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പല സഹപാഠികൾ ഒരു പ്രതികൂലാവസ്ഥയിലേക്ക് അവർ നിങ്ങൾ മാറുന്ന ഒരു ശത്രുത കാണിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആശുപത്രി വാസത്തിന് ഹോസ്പിറ്റലൈസ്ഡ് ആകാനുള്ള സാധ്യതയൊക്കെ ഈ സമയത്ത് ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് കാണുന്നു. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആശുപത്രി വാസമൊക്കെ ഉള്ളവർ ശിവവചനത്തിലൂടെ രോഗശാന്തി നേടാനാകും. ശിവ ഭഗവാനെ ധ്യാനിക്കുക, ഘോരമന്ത്രാർച്ച നടത്തുക, മൃത്യുഞ്ജയ ഹോമം നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, ശിവധാര നടത്തുക. ഭഗവാനെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ശിവഭഗവാനെ ധ്യാനിക്കുന്നത് ഗുണകരമാണ്. ശിവഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുന്നത് ഗുണകരമാണ്. ഭഗവാന് ധ്യാന നടത്തുന്നത് ഗുണകരമാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വേറെ ഗുണകരമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ വർഷം മുഴുവനും ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ഗുണകരമായി മാറും, സഹായകരമായി മാറും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.